നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ അട്രാക്റ്റീവ് ക്ലീൻ ആയിട്ട് ബാക്കിയുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ സെൽഫ് ഹൈജീൻ ടിപ്സ് എന്നൊക്കെ പറയാം. ഈ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ തന്നെ ആൾക്കാർക്ക് തോന്നും, ഓ ഇവള് ഭയങ്കര സൂപ്പറാണല്ലോ, ഇവള് ഭയങ്കര നൈസാണല്ലോ എന്ന്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് ഓൾവേസ് ലുക്ക് സ്ട്രൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക എന്നാണ്. ഒരു ആരോഗ്യമില്ലാത്ത ആൾക്കാരെമാരി ഇങ്ങനെ ഒടിഞ്ഞു കുത്തി വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തന്നെ തോന്നും, ശോ നമ്മളെന്താ ഇങ്ങനെ നടക്കുന്ന, ഒരു ആരോഗ്യമില്ലല്ലോ, ഒരു എനർജി ഇല്ലല്ലോ. നമ്മളൊരു എനർജി സംഭരിച്ചിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരുടെ മുന്നിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പം തന്നെ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒടിഞ്ഞു കുത്താതെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ സിനിമയിലൊക്കെ പറയുന്ന മാതിരി ചിന്നപ്പ് ഷോൾഡർ അപ്പ് അങ്ങനെയൊക്കെ നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുക എന്നുള്ളതാണ്. നിൽക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഭയങ്കര ഒരു പവറിൽ നിൽക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഡ്രസ്സ് എപ്പോഴും അയൺ ചെയ്യാൻ. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എത്ര സൂപ്പറായിട്ട് നടന്നാലും നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നടന്നാലും നമ്മുടെ ഡ്രസ്സിലാണല്ലേ നമ്മുടെ അന്നത്തെ ഒരു പ്രസൻസ് ഇരിക്കുന്നത്. അതായത് നമ്മളെ ഡ്രസ്സിൽ നിന്നാണ് നമ്മളെ ആൾക്കാർ ജഡ്ജ് ചെയ്യാൻ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ അതിങ്ങനെ ചുക്കി ചുളിഞ്ഞ് ഒരു വൃത്തിയില്ലാതൊക്കെ ഇരുന്ന ആർക്കും അതിൻ്റെ പ്രശ്നം, നമുക്ക് തന്നെയല്ല അതിൻ്റെ നാണക്കേട്. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രസ്സ് അയൺ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് നടക്കുക. ഞാൻ പലപ്പോഴും പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സൊന്നും അയൺ ചെയ്യാതെ ചുക്കി ചുളിഞ്ഞ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നും അവരെ പറ്റിയിട്ട് ശുദ്ധം ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നതെന്നൊക്കെ തോന്നും. കറണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഡ്രസ്സ് അയൺ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും കറണ്ട് ഉള്ളപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഡ്രസ്സ് അയൺ ചെയ്തിട്ട് തന്നെ പോവുക, ഡ്രസ്സ് അയൺ ചെയ്യാതെ പുറത്തേക്ക് പോരുത്. പിന്നെ ഡ്രസ്സായിട്ട് പറയുമ്പോൾ പറയേണ്ട വേറൊരു കാര്യമാണ് നല്ലോണം ഡ്രസ്സ് വാഷ് ചെയ്യുക. എന്ന് വെച്ചാൽ സ്റ്റെയിന് ചളി അതൊന്നും ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തേക്ക് പോരുത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുമോ ഇത് എവിടെ നിന്ന് ഇറങ്ങി വരിക, ഡ്രസ്സിൽ ചളിയും കാര്യങ്ങളും. അപ്പോൾ ഡ്രസ്സൊക്കെ നല്ലോണം വാഷ് ചെയ്യുക, അയൺ ചെയ്ത് വൃത്തിയാക്കുക. നമ്മളെ ഡ്രസ്സിലാണ് നമ്മുടെ അന്നത്തെ ഒരു ലുക്ക്, നമ്മുടെ ഒരു പ്രസൻസ് ഇരിക്കുന്ന തന്നെ ഡ്രസ്സിലാണ്. അപ്പോൾ ഡ്രസ്സ് നല്ലോണം അയൺ ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് നല്ലോണം പല്ല് വൃത്തിയാക്കുക. എന്ന് വെച്ചാൽ പല്ല് നല്ലോണം തേച്ച് നമ്മുടെ പല്ലത്തെ അഴുക്കളൊക്കെ കളയുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ചിരിച്ചിട്ടാവില്ലേ സംസാരിക്കുക, എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാവും സംസാരിക്കുക. അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ എന്തെങ്കിലും രാവിലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയോ പയറിൻ്റെ ഇലേൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ കടലേൻ്റെ ബാക്കിയോ ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പച്ച കറുപ്പ് കളറിൽ ഇങ്ങനെ പല്ല് കിടന്നിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തിക്കൂലേ. അപ്പോൾ എത്ര ബോറാന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിട്ടോ. ചില ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് പല്ലിലൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ട് ഭയങ്കര നമുക്ക് അവരോട് സംസാരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ. അപ്പോൾ എന്ത് ചെയ്യുക, പല്ല് നല്ലോണം ക്ലീൻ ആക്കുക. എന്ന് വെച്ചാൽ നമുക്ക് പല്ല് ലൈഫ് ടൈം വേണ്ട ഒരു സാധനം. നമ്മൾ മരിക്കുന്നവരെ നമുക്ക് തിന്നാൻ എന്ത് വേണം, പല്ല് വേണം. അപ്പോൾ നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി പല്ലൊക്കെ ക്ലീൻ ചെയ്യുക. നമ്മുടെ ബോഡിയും മുഖവും ഒക്കെ കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ പല്ലും. അത് നല്ലോണം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ പല്ല് നല്ല വെളുത്ത് തിളങ്ങണം എന്നല്ല പറയുന്നത്, പല്ലിന് നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറുണ്ട്. അത് ഓരോരുത്തർക്കും അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ പല്ല് നല്ലോണം മഞ്ഞിച്ചും പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കുക. രാത്രി പല്ല് തേക്കുന്നോ രാവിലെ പല്ല് തേക്കുന്നോ ശീലമാക്കുക. ഒരു നേരം മാത്രം പല്ല് തേക്കാൻ നിൽക്കരുത്. അപ്പോൾ പല്ല് നല്ലോണം ക്ലീൻ ആക്കുക. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അവര് ഉറപ്പ് വരുത്തുക. അപ്പോൾ നല്ല തേപ്പാവും പല്ലിരുന്നിട്ട്. എന്ന് വെച്ചാൽ ഒരാൾ കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ എപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴും പല്ലൊന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും പല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന്. ആൾക്കാർ കണ്ടാൽ ഭയങ്കര മോശമാട്ടോ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ പല്ലിനെ കുറിച്ചിട്ടും വായനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ പറയേണ്ട വേറൊരു കാര്യമാണ് ബാഡ് ബ്രത്ത് എന്ന് പറയുന്നത്. ചിലവർക്കൊക്കെ ഉണ്ടാവും അല്ലേ ഈ ബാഡ് ബ്രത്ത് എന്ന് പറയുന്നത്. നമ്മൾ നേരെ പല്ലേക്ക് ആയിട്ടൊന്നുമല്ല, ചിലവർക്ക് വായ്പുണ്ണ് പിന്നെ വേറെ പല അസുഖങ്ങളുടെ കാരണം ഈ ബാഡ് ബ്രത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഓർബിറ്റ് കഴിച്ചാൽ ബാഡ് ബ്രത്ത് മാറും. അതുപോലെ തന്നെ സെൻറ്റർ ഫ്രഷ് അതൊക്കെ കഴിച്ചാൽ നമുക്കൊരു താൽക്കാലിക ആശ്വാസം കിട്ടും. പിന്നെ അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഏലക്ക അതൊക്കെ ചമച്ചാൽ മതി, ബാഡ് ബ്രത്ത് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ ബാഡ് ബ്രത്ത് ഉണ്ടോ എന്ന് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഊതി നോക്കിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു കാര്യം കേട്ടോ, നമ്മുടെ നഖം ക്ലീൻ ആക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നഖം അങ്ങനെ നീട്ടി വളർത്തി വൃത്തിയാക്കി നൈൽ പോളിഷ് ഇടണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഇട്ട് കൊണ്ടു നടക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. നഖം നമ്മൾ ഭയങ്കര ക്ലീൻ ആക്കുക. അതായത് നഖത്തിൻ്റെ ഉള്ളിൽ ചളി കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ കടിച്ചെടുക്കരുത്. കടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതും കൂടെ നമ്മളെ വായൻ്റെ ഉള്ളിലേക്കാണ് പോകണേ. കടിച്ചെടുക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നഖം നല്ലോണം നൈൽ കട്ടർ കൊണ്ട് വെട്ടിയിട്ട് വൃത്തിയാക്കിയിട്ട് കൊണ്ടു നടക്കുക. ഈ കടിച്ചെടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ നഖം കടിച്ച ആളെ കൈ തൊടാൻ
കാണാൻ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല അല്ലേ, ഒരു വൃത്തി ഉണ്ടാവില്ല കൈ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈൽ കട്ടർ കൊണ്ട് നല്ലോണം നഖം വെട്ടി വൃത്തിയാക്കി നല്ലോണം ക്ലീൻ ആക്കിയിട്ട് കൊണ്ടെടുക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ കാലിലെ നഖവും നല്ലോണം വൃത്തിയാക്കിയിട്ട് കൊണ്ടെടുക്കുക. എന്ന് വെച്ചാൽ പെൺകുട്ടികൾ ഒരാൾ കാണുമ്പോൾ ആദ്യം നോക്കുക കാലിലേക്കല്ലേ. അപ്പോൾ കാല് നല്ലോണം വൃത്തിയായിട്ട് കാലിലെ നഖമൊക്കെ വെട്ടി ക്ലീൻ ആക്കിയിട്ട് നല്ല വൃത്തിക്ക് നമ്മുടെ കാലും കൈയും ഒക്കെ കൊണ്ടെടുക്കുക. പിന്നെ അടുത്തതാണ് നമുക്ക് വേണ്ടാത്ത ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് കളയുക. എന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർ ആംസിലൊക്കെ ഹെയർസ് ഉണ്ടാവും അല്ലേ, അണ്ടർ ആംസിലുണ്ടാവും, ബിക്കിനി ഏരിയാസിലൊക്കെ ഹെയർസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. എന്ന് വെച്ചാൽ ഈ ഹെയർ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ വിയർപ്പിരുന്നിട്ട് ഹെയറും വിയർപ്പും കൂടെ നല്ലോണം പ്രവർത്തിച്ച് നല്ലോണം സ്മെല്ലുണ്ടാവും, നമുക്ക് ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ടർ ആംസിലെ ഹെയർ, എസ്പെഷ്യലി അണ്ടർ ആംസിലെ ഹെയർ നല്ലോണം റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം വിയർപ്പിൻ്റെ സ്മെല്ല് നമുക്ക് ഉണ്ടാകും. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്സിംഗ് ആണ് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പോവാണ്. വാക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ഹെയർ പറിച്ചെടുക്കുക. അപ്പോൾ അത് ഗ്രോ ചെയ്യാനും കൂടുതൽ സമയം എടുക്കും. പിന്നെ ഗ്രോ ചെയ്ത് വരുന്ന ഹെയർ അധികം കട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു മാസമൊക്കെ കഴിയും. ഞാനൊക്കെ വാക്സ് ചെയ്ത് 1 മാസം കഴിയും പിന്നെ ഹെയർ വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഹെയർ വാക്സ് ചെയ്ത് പിന്നെ സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട, നമ്മളിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം തന്നെ ഹെയർ എടുക്കുക എന്നുള്ളത്. സ്ലീവ്ലെസ് ഇടുമ്പോൾ മാത്രമല്ല അല്ലാത്ത സമയത്തും നമ്മുടെ അണ്ടർ ആംസിൻ്റെ ഹെയർ റിമൂവ് ചെയ്യുക. അതേപോലെ തന്നെ ബിക്കിനി ഏരിയയിലെ ഹെയറും റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു കാര്യമായിട്ട് ഒരു സട്ടിലായിട്ടുള്ള ഒരു പെർഫ്യൂം ഉപയോഗിക്കുക എന്നുള്ളത്. എല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊന്നും ആവില്ല. എന്നാലും നമ്മൾ ഒരാളെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് ഫസ്റ്റ് എന്താ ഫീൽ ചെയ്യുക, നമ്മുടെ സ്മെല്ല്. അപ്പോൾ നല്ലോണം വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ അടുത്തേക്ക് വരാൻ തന്നെ മടിക്കൂലേ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല സട്ടിലായിട്ട്, അതായത് നല്ലോണം അധികം ആൾക്കാരിങ്ങനെ വരുമ്പോൾ അയ്യോ ഇത് എന്തൊരു മണം, അങ്ങനെ കുത്തുന്ന മണങ്ങളല്ല. എന്ന് വെച്ചാൽ പണ്ടത്തെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നില്ലേ, അത്തറ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നില്ല. അയ്യോ എൻ്റെ അമ്മ ഭയങ്കര ഇതല്ലേ, എനിക്ക് തലവേദനയൊക്കെ എടുക്കും. അങ്ങനത്തെ അല്ല, ഭയങ്കര സട്ടിലായിട്ട് ഫ്രഷ് ആയിട്ട് തോന്നുന്ന പെർഫ്യൂം യൂസ് ചെയ്യുക. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അണ്ടർആം റോളോണൊക്കെ ഉണ്ട്, ഒരു റോളോൺ പോലത്തെ സാധനം, അത് ഇങ്ങനെ അണ്ടർആംസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ഉണ്ട്, അത് യൂസ് ചെയ്താലും മതി. പിന്നെ അടുത്തൊരു കാര്യമാണ് റൈറ്റ് ആയിട്ടുള്ള ഇന്നർ വെയേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ബ്രാ ആയാലും പാൻറ്റീസ് ആയാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. ഹെവി ബ്രസ്റ്റഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരൊന്നും അധികം പാഡഡ് ഉപയോഗിക്കാത്തതാണ് നല്ലത്. അപ്പോൾ ടീഷർട്ട് ബ്രാ അങ്ങനത്തെയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ നമുക്കിവിടെ ഇങ്ങനെ ഭയങ്കര കാണുന്ന, അതായത് നമുക്ക് ടീഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണും, ചിലവർ ബ്രാൻഡ് ആ ഷേപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് കാണും. അപ്പോൾ അങ്ങനത്തെ ബ്രാ ഒക്കെ അങ്ങനത്തെ ടീഷർട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സീംലെസ് ആയിട്ടുള്ള ടീഷർട്ട് ബ്രാ ഉണ്ടാവും, അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളെ സൈസിനുള്ള ബ്രാ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കവറേജും കാര്യങ്ങളൊക്കെ കിട്ടൂല. നമ്മൾ എത്ര ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ട് എന്ന് പറഞ്ഞാലും പുറത്തേക്ക് അത് കാണുമ്പോൾ, അതായത് പുറത്തേക്ക് നമ്മളൊരു ഔട്ടർ ലുക്കിൽ വരുമ്പോൾ ഭയങ്കര ബോറായിരിക്കും, നമുക്ക് തീരെ ഒരു മാച്ച് ആവാത്ത എന്തോ എടുത്തിട്ട മാതിരി ഉണ്ടാവും. അതുകൊണ്ട് ബ്രാ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ കറക്റ്റ് സൈസിനനുസരിച്ചിട്ടും പിന്നെ കവറേജ്, നമുക്ക് എങ്ങനത്തെ കവറേജ് ആണോ വേണ്ടത് അങ്ങനത്തെ ബ്രാ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് പാൻറ്റീസ് നമ്മുടെ ശരീരത്തിനോട് ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസ് കിട്ടും. എന്ന് വെച്ചാൽ അത് ഇട്ടെന്ന് നമുക്ക് അറിയൂല. ചിലവരൊക്കെ ഇങ്ങനെ ഇത് ലെഗിങ്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ടോപ്പിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടി പാൻറ്റി ലൈൻസ്, ആ പാൻറ്റീസിൻ്റെ ലൈൻസ് ഇങ്ങനെ കറക്റ്റ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ലെഗിങ്സും കാര്യങ്ങളും സ്കേർട്ടും അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ലാസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ബെല്ലി ബട്ടൺ, അതേപോലെ തന്നെ നമ്മുടെ ചെവിയുടെ പുറകു ഭാഗം, പിന്നെ അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഈ 2 സൈഡ്, ഇതൊക്കെ നല്ലോണം നമ്മൾ കുളിക്കുമ്പോൾ തന്നെ വൃത്തിയായിട്ട് കഴുകുക. എന്ന് വെച്ചാൽ ഈ ബെല്ലി ബട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സോപ്പൊക്കെ അകത്തേക്ക് പോകാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ട്, അങ്ങനെ ചീത്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ നല്ലോണം ചിലവർക്ക് ഈ കറുപ്പ് കളറൊക്കെ ഉണ്ടാവില്ലേ, അത് ചിലവർക്ക് നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കളയാത്തതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് പ്രത്യേകം കെയർ കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇയേഴ്സിൻ്റെ ചെവിയുടെ ബാക്കും നല്ലോണം ക്ലീൻ ചെയ്യുക. ഈ ഭാഗത്തൊക്കെ പെട്ടെന്ന് നമുക്ക് വിയർപ്പ് അടിഞ്ഞു കൂടിയിട്ട് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ച് പേഴ്സണൽ ഹൈജീൻ ടിപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങുക. ഇതിനൊന്നും അത്ര വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അട്രാക്റ്റീവ് ആവുക, പ്രസൻറ്റബിൾ ആവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.